നിന്റെ അച്ഛൻ മരിച്ചിട്ടൊന്നുമില്ല. മതിലകത്തെ ദേഹണ്ണപ്പരെ ചെന്ന് നോക്കിയാട്ടെ. ഉണ്ണിക്കുഞ്ഞ് മതിലകത്തെ ദേഹണ്ണപ്പരെ ചെന്ന് നോക്കിയാട്ടെ. ഈശ്വര വെള്ളച്ചേട്ടൻ മരിച്ചിട്ടൊന്നുമില്ല. ഈശ്വരപിള്ള സ്വപ്നം കണ്ടത് വെറുതെ അല്ല, അത് കാണിച്ചതാ. വാര്യസാറിന് മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞാട്ടെ. ഈ പരേതാത്മാക്കള് അവരുടെ സാന്നിധ്യം അറിയിക്കുന്നത് ചിലപ്പോ സ്വപ്നത്തിലൂടെ. അച്ഛൻ വീട് വിട്ടു പോയിട്ട് 10-15 വർഷമായി. എന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്വപ്നം. അതാ പറഞ്ഞത്, ഒക്കെ കഴിഞ്ഞുപോയി എന്നങ്ങോട്ട് നിരൂപിക്കുക. ആത്മാവിനെ രക്ഷിക്കുന്നവനാ പുത്രൻ. ഇനി അമാന്തിക്കണ്ട, പിതൃതർപ്പണമാകാം. കർക്കിടക ഭാഗമാകുമ്പോൾ നാളും പക്കവും നോക്കേണ്ട കാര്യമില്ല. പുണ്യയുടെ ജ്യേഷ്ഠനുണ്ട് രാമകൃഷ്ണൻ, ഡോക്ടറാ. മൂത്തയാളുള്ളപ്പോ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അതിപ്പം അടയാളം കാണിച്ചത് ഇദ്ദേഹത്തിനാണല്ലോ, അതുകൊണ്ട് മൂപ്പുമുറ നോക്കേണ്ട കാര്യമില്ല, ഇവിടുന്ന് തന്നെ ചെയ്യാം. എന്നാലും അത് പോരാ, തലയിരിക്കുമ്പോ വാലാടരുത്. ഡോക്ടറെയും കൂടെ കൂട്ടണം. തന്തയില്ലാത്തവനെന്ന് പറഞ്ഞ എന്തുവാ സാറേ? സത്യമോ തെറിയോ? വിളിക്കണ്ടായിരുന്നു, സാറ് നിർബന്ധിച്ചിട്ടാ. പോട്ടെ, നമ്മൾ ചെയ്യണം, നമ്മൾ ചെയ്യണം. വരുന്നില്ലെങ്കിൽ വരണ്ട, അത്രേ ഉള്ളൂ. അതിനെന്താ, അനുഭവം കണ്ടില്ലേ? ഈശ്വരൻ അറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ കുഞ്ഞിനെ കൊടുക്കാത്തത്. അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് തന്റെ അച്ഛനറിയാം, അതാ തന്നെ വിളിച്ചുണർത്തിയത്. അപ്പോ അതങ്ങനെ തന്നെ നടക്കണം. 3 പ്രാവശ്യം എള്ളു വരിയും കൊടുത്ത് ഇല്ല വാര്യ സാറേ, അച്ഛൻ മരിച്ചിട്ടില്ല. എന്റെ ഉള്ളിലുണ്ട്. ഡോക്ടർ, ദേവികമ്മയുടെ ആളല്ലേ? അതെ. കുട്ടി പെൺകുഞ്ഞാ. സമയം 3:35. അമ്മ ബോധം വീണിട്ടില്ല. ഹലോ, ഉണ്ണിയാ? ഒരു നല്ല ന്യൂസ് എന്നതിന് താങ്ക്സ്. വേണ്ട, ഉണ്ണി അവിടെ തന്നെ നിന്നാ മതി. അച്ഛനെയും പുഞ്ചിരി ചേച്ചിയും എരിശ്ശേരിയും കൂട്ടി ഞാനിവിടെ എത്തിക്കോളാം. വേണ്ട ഉണ്ണി. ഉണ്ണിക്കുഞ്ഞെ, എന്താ ഉണ്ണി, എന്തു പറ്റി? പറയുണ്ണി, എന്താ സംഗതി? പറയടാ, പറയാൻ പറഞ്ഞു തൊലയ്ക്ക്. രാമകുഞ്ഞെ, ചേച്ചി എന്തിയേ? കുഞ്ഞിനെ വാങ്ങിച്ചു, അമ്മ പോയി. അയ്യോ,
കരയല്ലേ, എന്റെ മോളല്ലേ കരയല്ലേ. കരയണ്ട. ഓ, ഞാൻ ആവുന്ന പണി 18 നോക്കി, രക്ഷയില്ല. ഇവളൊരു പിടിവാശിക്കാരിയാ. എപ്പൊ തുടങ്ങിയ കരച്ചില്ലാന്നറിയാം. എന്റെ ഉണ്ണിക്കുട്ട അതിനിങ്ങോട്ട് താ, ഞാൻ അതിന്റെ കരച്ചിൽ നിർത്തി തരാം. ഇയാളെന്താ എരിശ്ശേരി കൊടുക്കും? എലിശ്ശേരി അല്ല, പാല് കൊടുക്കും. പാല്? ആ കഴിഞ്ഞ പാല് എനിക്ക് വേണം. ചേച്ചി, ഈ കുഞ്ഞിനെ ഒന്ന് പിടിച്ചേ, ഞാൻ ഈ എരിശ്ശേരി കിട്ടുന്ന കടുവറക്കട്ടെ. എടോ, ഇച്ചിരി ഇല്ലാത്ത ഈ കുഞ്ഞിന് ആരെങ്കിലും തേങ്ങാപ്പാൽ കൊടുക്കണോ? എന്റെ ഉണ്ണി പാലിന്റെ നിറമൊക്കെ ഒന്നല്ലേ, കുഞ്ഞത് മുലപ്പാലെന്നെ എന്താ ഇയാൾ കാണിക്കണേ? കാഞ്ഞ ബുദ്ധി. വായ അങ്ങനെ അങ്ങോട്ട് തുറക്കാതെ ഈച്ച കയറിപ്പോ. എനിക്ക് ഇപ്പഴേ ഉറപ്പായത് വായ നോക്കിയാണെന്ന്. വാ ഗുഹ പോലെ തുറന്ന് കൊച്ചിനെ പേടിപ്പിക്കാതെ. എങ്ങനെയാ കൊടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങിതാ വാ 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 വാ. മോള് കുട്ടി. എന്തിനായാലും നേരത്തെ കാലത്ത് ഒരു പരിശീലനം കിട്ടുന്നതല്ല, കൊടുത്ത് പഠിക്കേ. അതിനെ എനിക്ക് പരിശീലനം ഒന്നും വേണ്ട, ഞാൻ സന്യസിക്കാനാ പോണേ. ആയിക്കോട്ടെ, എന്നാലും പ്രസവിക്കാമല്ലോ. ശരി, ഈ ഉണ്ണിക്ക് വേറെ ഒന്നും പറയാനില്ലേ? ഉണ്ട്. ഇങ്ങനെ ഇപ്പൊ പറയുന്നതെന്ന് വെച്ചാ നോക്കിയാലും ഒരു പ്രസവക്കാര്യം പറിച്ചില്ല. അനിയത്തിയുടെ അടുത്തുനിന്ന് മാറാതെ മറ്റുള്ളവരോട് ഇങ്ങനെ വേണ്ടാതിനും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാനാ ഭാവം. പിന്നെന്താ ഇപ്പൊ വേണ്ട? കയ്യോടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ചെല്ലാനാ സമൻസ്. ഇങ്ങോട്ട്. ആരുടെ സമൻസ്? കുഞ്ഞിന്റെ വരവോടെ ഉണ്ണി എല്ലാം മറന്ന മട്ട. ഉണ്ണിക്ക് കമ്പനിയുടെ ഒരു ജോലിയുണ്ട്, അറിയോ? അങ്ങോട്ടൊന്ന് കേറിയിട്ട് ഇപ്പൊ എത്ര കാലായി? അതിപ്പോ ഇവിടെ ആരെ ഏൽപ്പിച്ചിട്ടാ എങ്ങോട്ടെങ്കിലും ഒന്ന് തിരിയാൻ പറ്റുക? ഓരോന്നും കണക്കുകൂട്ടി മുമ്പോട്ട് പോകുന്ന പ്രകൃത അച്ഛൻ്റെത്. ഇപ്പൊ തന്നെ ഉണ്ണിയുടെ കാര്യത്തിൽ അച്ഛൻ എന്തോ ഒരു പന്തിയോടുള്ള പോലെ. പക്ഷെ ഉണ്ണി വിചാരിച്ച അതൊക്കെ പാച്ചപ്പ് ആക്കാവുന്നേ ഉള്ളൂ. അതിന് പറ്റിയ സന്ദർഭം ഇത്. ഡൽഹി പോണം. ബിസിനസ് എക്സിക്യൂട്ടീവ്സിന്റെ ഒരു കോൺഫിഡൻഷ്യൽ മീറ്റിംഗാ. യു വിൽ ഹാവ് ടു ബി ദേർ. നോ, എനിക്ക് പറ്റില്ല. ഉണ്ണി പ്ലീസ് മീര, ഇറ്റ്സ് ഇംപോസിബിൾ. അച്ഛന് വേണ്ടിയോ കമ്പനിക്ക് വേണ്ടിയോ അല്ല, നമുക്ക് വേണ്ടി. ഉണ്ണി എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. അച്ഛനെ വെറുപ്പിച്ചാൽ ഈസ് ഇൻഹ്യൂമൻലി അഡമന്റ്. പക്ഷെ മീര, ഈ കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യും? ചേട്ടന്റെയും ചേട്ടത്തിയുടെ അടുക്കൽ നിർബന്ധിച്ച അവര് കേൾക്കാണ്ടിരിക്കില്ല. അപ്പൊ ഈ കുഞ്ഞിനെ ഞാൻ ഒഴിവാക്കണം. മീരയ്ക്ക് ഇവളൊരു പ്രശ്ന അല്ലേ? ഒരു തലവേദന? അയ്യോ, ഞാൻ അതല്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ്സ് ഓൾ റൈറ്റ്. അച്ഛാ, അച്ഛാ, ₹1,00,000 ബാക്കി വല്ല ഉണ്ടെങ്കിൽ താ. വിഷം വാങ്ങിച്ചു തരട്ടെ. നാണവും മാനവും ലെവലേശമുള്ള ഒരുത്തനും ഈ നാറിയ പണി കാണിക്കത്തില്ല. മകന്റെ പേര് പറഞ്ഞ് വിലവേശി ശ്രീധനം വാങ്ങിക്കാൻ പോയിരിക്കുന്നു. പോക്കില്ലാത്തവൻ പോയി തെണ്ടണം, അതിനൊരു അന്തസ്സുണ്ട്. വീടും പറമ്പും നഷ്ടപ്പെട്ട അഭിമാനമുള്ളവൻ തെരുവിലോ കടത്തുന്നതിലോ പോയി കിടക്കണം. എന്നോട് ചോദിക്കാൻ CPയോട് പോയി കാശ് ചോദിക്കാൻ അച്ഛൻ എന്താ അവകാശമുള്ളത്? എന്തുറപ്പും മേലെ അച്ഛൻ കാശ് ചോദിച്ച്? എനിക്ക് അയാളുടെ മോളെ കെട്ടാൻ മനസ്സില്ല. എനിക്ക് ഒരു അച്ഛൻ പോയി വേണ്ട പറഞ്ഞാൽ കൂടിപ്പോവും. പക്ഷെ പറയാണ്ടിരിക്കാൻ വയ്യ. ഇനി കാശ് ആവശ്യമെന്ന് അകത്ത് കിടക്കുന്ന കുഞ്ഞിന് അച്ഛൻ വിൽക്കും. അച്ഛൻ മനസാക്ഷി ഇല്ലാത്തവനാ. അമ്മ ചത്തതിൽ അച്ഛന് നാണം കെട്ടൊരു പങ്കുണ്ട്, അറിയോ? സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അച്ഛൻ എന്റെ മുമ്പ് ഇരിക്കുന്ന കാണുമ്പോ എനിക്ക് തികട്ടി വേണ്ട, ഞാനിവിടെ നിന്നാ ശരിയാവില്ല.